Realme C25 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റും കുറച്ച് സ്പെസിഫിക്കേഷൻസും ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. Realme C25 എന്ന് പറയുന്ന ഈ ഫോൺ ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് റൂമേഴ്സാണ് നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല, 60 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടി ആണ് ഈ ഫോൺ വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. ഫോണിൻ്റെ ബാക്കിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ വരുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 SoC പ്രൊസസ്സറാണ്. കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന നല്ലൊരു പ്രൊസസ്സർ തന്നെയാണെന്ന് പറയാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലാണ് ക്യാമറ മൊഡ്യൂൾസ് കാണാൻ കഴിയുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും മെയിൻ ക്യാമറ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ അതിനോടൊപ്പം ഒരു മാക്രോ ലെൻസ് അല്ലെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ ഏതെങ്കിലും രണ്ടെണ്ണം കൂടി വരാനാണ് ഇപ്പോൾ സാധ്യത. മറ്റ് ക്യാമറ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പിന്നെ സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിൻ്റെതാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 6000 mAh നല്ലൊരു പവർഫുൾ ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 18 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇത്രയൊരു കപ്പാസിറ്റി ബാറ്ററിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ 4GB 64GB വേരിയൻ്റാണ് വരാൻ സാധ്യത. ഇത് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണായതുകൊണ്ട് നമുക്ക് 3GB വേരിയൻറ്റും ചിലപ്പം വന്നേക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ ഫോൺ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇന്തോനേഷ്യയിലാണ് ഇപ്പോൾ ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്ലോബലി ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് 23 വൈകാതെ തന്നെ നമുക്ക് ഈ ഫോൺ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം റിയൽമിയുടെ സീരീസിലുള്ള മറ്റു ഫോണുകളൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണും ഇന്ത്യയിലേക്ക് വരും തന്നെ പ്രതീക്ഷിക്കാം. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും റിയൽമിയുടെ C25. 8000-നും 9000-നും ഇടയ്ക്കായിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ് വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെല്ലാം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.